അതെ അതെ ശരിയാ. ഇതാ, ദാ, ഇത് പിടിച്ചോ. പിടിച്ചോ. ഇതോടെ ഇതുകൂടെ പിടിച്ചോ. വെച്ചോ. ആ, ഇന്നാ പിടിച്ചോ. ഇതോടെ. ഓ, നാസുക് വേഗം എറിയ്. വിഷം വിഷം എന്റെ മുഖത്തിൽ നിങ്ങൾ രണ്ടുപേരും ആക്കിയിരിക്കുന്നു ഡിഷും ഡിഷും. ഓടേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നു മുതൽ തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കില്ല എന്ന്. എന്നാൽ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് അവസാനിപ്പിക്കും. കൊള്ളാം ആശാനേ. ഞങ്ങളെങ്ങനെയാണ് ആകാശത്തേക്ക് പറക്കുന്നത്? ഞങ്ങളെ ഒന്ന് രക്ഷിക്കാം വേഗം. നിങ്ങൾ രണ്ടുപേരും പറക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ബലൂണിനകത്ത് ഞാൻ ഈ സിലിണ്ടറിൽ നിന്നും ഗബ്രു ഗുബാറു കാറ്റ് അടച്ചിരിക്കുകയാണ്. ഈ കാറ്റ് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് വെച്ചാൽ, എത്ര ഭാരമുള്ള വസ്തുക്കളെയും ഇത് അനായാസം പൊക്കിയെടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ മേജർ സാറിന്റെ വീട് തന്നെ പൊക്കിയത്. എന്റെ അമ്മച്ചി. കൂട്ടുകാരെ, എത്രയും പെട്ടെന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കൂ. മേജർ സാർ ഇപ്പൊ തന്നെ ഇവിടെ എത്തും. ഗുരു, ഇന്ന് മേജർ സാറിന് എത്ര വലിയ ദിവസമാണ്. എത്ര സന്തോഷമായിരിക്കും. ഇന്ന് അദ്ദേഹത്തിന് ബ്രേവറി അവാർഡ് കൊടുക്കാൻ പോവാ. ചക്കരക്കുട്ട, ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബഹുമതിയാണ്. MJ നിങ്ങളോടൊപ്പം ഇന്ന് ഡെക്കറേഷൻ പണി ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ലേ, MJ ഡെക്കറേഷൻ ചെയ്ത് കലക്കാനായിട്ട് ഒരുപാട് ബലൂൺസ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇത്രയധികം ബലൂണുകൾ ഊതിയെടുക്കുമ്പോഴത്തേക്കും സമയം ഒരുപാട് ആകും. അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട. ബലൂൺ ഞാൻ അവിടെ 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 പറപ്പിക്കാം. അതെങ്ങനെ സംഭവിക്കും? നീ ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? അവിടെ ആരും കാണുന്നില്ലല്ലോ. ഗുരു നോക്ക് എന്റെ കയ്യിൽ എന്താണെന്ന്. ഈ പോലെ എത്ര നല്ല ഐഡിയയാണ് തന്നിരിക്കുന്നത്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ബലൂൺസിന്റെ അകത്ത് കാറ്റ് നിറയ്ക്കാവുന്നതാണ്. കൊള്ളാമട പോലെ, ഇതൊരു നല്ല ഐഡിയ തന്നെയാണ്. മേജർ ടോമിയോടൊപ്പം ഇപ്പൊ എൻട്രി ആവുന്നതാണ്. എൻട്രി ആവാൻ തുടങ്ങിക്കോളൂ. മണ്ടന്മാരെ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്ക്. എപ്പോൾ വേണമെങ്കിലും ഈ വീട് കാറ്റിൽ പറക്കാവുന്നതാണ്. മേജർ സാറേ, ധൈര്യത്തിനുള്ള ഈ അവാർഡ് അങ്ങേക്ക് കിട്ടിയതിൽ ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി റോക്കിംഗ് പാർട്ടി ഒരുക്കിയിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ മ്യൂസിക് വെക്കാം. എനിക്ക് റോക്കിംഗ് പാർട്ടി തരികയാണോ അല്ലെങ്കിൽ ഷോക്കിംഗ് പാർട്ടി തരികയാണോ? എന്റെ കൂട്ടുകാരെ, ഡാൻസ് കളിക്കുകയാണെന്ന് തോന്നുന്നില്ല. നമ്മൾ താഴേക്ക് വീഴാൻ പോവുകയാണ്. വിഷം ആ സിലിണ്ടറിൽ നിന്നും വന്ന കാറ്റ് കാരണം ഇപ്പോൾ വീട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡിഷം ഡിഷം. ഓ എന്റെ ആശാനെ, നമ്മളിപ്പോ വീടിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നെ പോലെ നിലവിളിക്ക്. രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ. ആരെങ്കിലും വരൂ. എല്ലാവരും എന്നെ തനിച്ചാക്കിയിട്ട് എങ്ങോട്ടേക്കാണ് പോയത്?
എടാ നമ്മൾ എല്ലാവരും പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക്, ദാ ഇവിടെ. രക്ഷിക്കണേ, രക്ഷിക്കണേ. മമ്മ മിയ, വീട് മുഴുവനും എങ്ങനെയാണ് ഇത്ര ഉയരത്തിലേക്ക് വന്നത്? ഓ നോ, ഇത് എന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അപകടം പിടിച്ച ഗ്യാസ് സിലിണ്ടർ ആയിരുന്നു. ഇതിൽ നിന്നും ബലൂണിലേക്ക് നമ്മൾ ഗ്യാസ് കയറ്റി കഴിഞ്ഞാൽ ഉടൻ തന്നെ ബലൂൺ സ്ട്രോങ് ആകും. അപ്പോൾ തന്നെ വീട് പറക്കാൻ തുടങ്ങും. എടാ ചക്കരെ, നിനക്ക് ഈ സിലിണ്ടർ എവിടുന്നാണ് കിട്ടിയത്? എനിക്കറിയില്ല ഗുരു, അത് നേരെ വന്ന് എന്റെ കയ്യിൽ വീഴുകയായിരുന്നു. നമ്മൾ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ ബലൂൺ നമ്മളെ ഗാലക്സിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നതായിരിക്കില്ല. ഒരു പക്ഷേ ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലാൻഡിംഗ് അല്ല, ക്രാഷ് ലാൻഡിംഗ് ആയിരിക്കും ആവുക. എന്തെങ്കിലും ഐഡിയ ചെയ്തേ മതിയാകൂ. ഇതൊക്കെ എനിക്ക് ചെറിയ കാര്യമാണ്. എന്നാൽ ഒരു പ്ലെയിൻ അതാ നമ്മളെ ഇടിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ നേരെ വരുന്ന എയ്റോപ്ലെയിനിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ വീടിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാറ്റണം. കേൾക്ക്, ഈ വീട്ടിന്റെ ഒരു കോർണറിൽ നിന്നോ മറ്റൊരു കോർണറിലേക്ക് എല്ലാരും വരണം. അപ്പോൾ ആ സൈഡിലേക്ക് ഭാരം കൂടുകയും അവിടെ വളയുകയും ആ സൈഡിലേക്ക് പോവുകയും ചെയ്യും. മനസ്സിലായോ? തുടങ്ങാം. കേട്ടോളൂ, എല്ലാവരും റൈറ്റിലേക്ക് ചെല്ലൂ. കൂട്ടുകാരെ, വീടിനെ ഒരു വശത്തേക്ക് ചരിക്കാനായി നമുക്ക് ഒരുപാട് ഭാരം കൊടുക്കേണ്ടി വരും. എത്തിക്കഴിഞ്ഞു. കിട്ടിപ്പോയി. എടാ പോലെ, ഈ പ്രാവശ്യം നമ്മൾ രക്ഷപ്പെട്ടോടാ. ആ പ്ലെയിൻ എങ്ങാനും നമ്മളെ ഇടിച്ചിരുന്നുവെങ്കില് നമ്മളുടെ എല്ലാവരുടെയും കഥ ഇതോടെ തീരുമായിരുന്നോടാ. എന്താണ് ചെയ്യുക? ഈ വീട് മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എടാ എന്റെ ചക്കര അസ്ലി, എന്റെ ഐഡിയ തീർന്നു പോയിരിക്കുകയാണ്. എന്റെ ആൽബറ്റ ചേട്ടോ, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഐഡിയ നിന്റെ കയ്യിലില്ലേ? സാധനം എന്റെ കയ്യിൽ രണ്ടെണ്ണമുണ്ട്. ഒരെണ്ണമാണെങ്കിൽ ഈ സ്നീസിംഗ് പൗഡർ, മറ്റൊന്ന് ഈ പാരഷൂട്ടുമാണ്. എന്നാൽ ഇത് നമുക്ക് ഉപകരിക്കുമെന്ന് തോന്നുന്നില്ല. മമ്മമിയ, ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് ആവശ്യമുള്ളതാണ്. എങ്ങനെ? ഇങ്ങനെ ടുചുക് ടുചുക്. എടാ എടാ, അവിടെ നിൽക്ക്. നീ എങ്ങോട്ടായി പോകുന്നത്? എടാ ചക്കരെ, നീ തുമ്മുന്നതൊന്നും മതിയാക്ക, അല്ലെങ്കിൽ എല്ലാ ബലൂണും പൊട്ടിത്തെറിക്കും. പിന്നെ നമ്മൾ മൂക്കും കുത്തി താഴെ വീഴാം. രക്ഷിക്കണേ. നമ്മുടെ നൃത്തവും സംഗീതത്തിനും കൊണ്ട് മാത്രമേ നമ്മളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുള്ളൂ. താളം കൊട്ടി പാടി ഗുരു പോലെ നൃത്തം പാടിയേ. बना 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 घर उड़न खटोला है बना. करा 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 इसे लैंड सेफली दे करा. बना 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 घर उड़न खटोला है बना. करा 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 इसे लैंड सेफली दे करा. बबरू गुब्बारू हवा से हुए बलून थे फिल. एरोप्लेन से बचते बचते पहुंचे ऑन द हिल. अटके अटके गिरते जाते हमको ले तू बचा. बना 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 घर उड़न खटोला है बना. करा 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 इसे लैंड सेफली दे करा. बना 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 घर उड़न खटोला है बना. करा 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 इसे लैंड सेफली दे करा.
ഭൂമിയിലാണെങ്കിലും ആകാശത്തിലാണെങ്കിലും ഞങ്ങൾ അപകടം നേരിടും. കാരണം ഞങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ജോഡിയാണ്. ഭംഗിയുള്ള രാത്രി കൂടെ നക്ഷത്രങ്ങളുണ്ടല്ലോ ഒത്തിരി. ലലാ ലലാ. എടാ ചക്കുടു, ആരാണ് നീ? അങ്ങയുടെ പോലെ. എന്റെ പൊന്നു പോലെ കുട്ടാ, നമ്മൾ രണ്ടുപേരും ടെറസിന്റെ മുകളിലാണ്ടാ. ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇതൊക്കെ ഇട്ടോണ്ട് വന്നത്? ഗുരു അങ്ങല്ലേ എന്നോട് പറഞ്ഞത് ഇന്ന് ആകാശത്തിൽ നിന്നും നക്ഷത്രങ്ങൾ താഴേക്ക് വരുമെന്ന്. അതുകൊണ്ടാ ഞാൻ എന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇത് ഇട്ടത്. എടാ ചക്കുടു, നക്ഷത്രങ്ങൾ അവിടെ തന്നെ പൊട്ടി അവിടെ തന്നെ മാഞ്ഞു പോകൂടാ. ഭൂമി വരെ അത് വരില്ല. ഗുരു നോക്ക്, പിന്നെ എന്തിനാ ആ നക്ഷത്രം ഇത്രയും വേഗത്തിൽ ഭൂമിയിലേക്ക് വരുന്നത്? എടാ പോലെ, ചരിത്രത്തിൽ ആദ്യമായി ഭൂമിയിലേക്ക് നക്ഷത്രം വന്ന് വീഴുന്ന ദിവസമാണ് ഇന്നെന്ന് തോന്നുന്നു. എടാ ഓടടാ പോലെ. പോലെ ഞാൻ താഴെ വീഴാൻ പോകുന്നു. എടാ ഒന്ന് കൈ തന്ന് രക്ഷിക്കേ. ഗുരു വീഴുന്നവരെ താഴെ നിന്നാണ് പിടിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അങ്ങേ പിടിക്കാം. അതുകൊണ്ട് ഗുരു താഴേക്ക് വരണം. താഴേക്ക് വന്ന ഉടൻ തന്നെ അപ്പോൾ ഞാൻ താഴെ നിന്ന് പിടിക്കാം. ഞാൻ ഇങ്ങനെ താഴെ വീഴാതെ എന്നെ രക്ഷിച്ചത് ആരാണ്? ഞാൻ കുട്ടി ഏഞ്ചല. എന്റെ പുറകില് കുട്ടി വില്ലൻ വരുന്നുണ്ട്. അവൻ എന്നെ ബന്ദിയാക്കി എന്റെ ശക്തികളെല്ലാം അപഹരിക്കാൻ നോക്കുകയാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ മന്ത്രശക്തി ഉപയോഗിച്ച് അവനോട് യുദ്ധം എന്തുകൊണ്ട് ചെയ്തില്ല? അതെന്തെന്നാൽ രാത്രിയിൽ ഞങ്ങളുടെ മാന്ത്രിക ശക്തിയും കാഴ്ചശക്തിയും വളരെ ബലഹീനമാണ്. അതുകൊണ്ടാ. കൂടാതെ കുട്ടി വില്ലൻ വളരെ അപകടകാരിയും ശക്തിശാലിയുമാണ്. എന്നെ അയാളുടെ അടിമയാക്കുന്നതിൽ നിന്നും നിങ്ങൾ എന്നെ രക്ഷിക്കണം. അത്ര പെട്ടെന്ന് അവൻ നിങ്ങളെ അടിമയാക്കാൻ കഴിയില്ല. ഇവിടെ ഗുരുവും പോലെയും ഇല്ലേ? ഞങ്ങൾ രക്ഷിക്കും നിന്നെ. അവനെങ്ങാൻ ഇങ്ങോട്ട് വന്നാൽ അവനെ ഞാൻ ഇങ്ങനെ പൊക്കി മുകളിലേക്ക് വലിച്ചെറിയും. അവൾ എവിടേക്കാണ് പോയത്? എവിടെയെങ്കിലും വീണ് കാണുമോ? അവളെ കണ്ടുപിടിച്ച് അവളുടെ ശക്തികൾ അപകരിക്കണം. രക്ഷപ്പെട്ടു. നാളെ പുലരുമ്പോൾ എന്റെ എല്ലാ ശക്തിയും എനിക്ക് തിരിച്ചു കിട്ടും. ഉടൻ തന്നെ ഞാൻ എന്റെ ലോകത്തേക്ക് തിരിച്ചു പോകും. അതുവരെ കുട്ടിവില്ലന്റെ കണ്ണിൽ പെടരുത്. നാളെ പുലരുന്നവരെ നിങ്ങൾ ഇവിടെ സുരക്ഷിതയാണ്. ഈ ചവറുകളിടുന്ന തൊട്ടിക്കകത്ത് എന്തെങ്കിലും മോഷ്ടിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം. നീ എന്താടാ എന്നെ തിന്നാനായി നോക്കുകയാണോ? നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. ഡക്ക് ചിക്കി ഡക്ക് ചിക്കി. ഓ എന്റെ ആശാനെ, കഴുതയെ പിടിക്കാൻ എലിപ്പൊരി ആരാണ് വെച്ചത്? വേദന കാരണം എനിക്കുണ്ടാകുന്നു ഡിഷ്യും ഡിഷ്യും. ഇതിനൊന്ന് എടുത്ത് മാറ്റേ. എന്നെ തിന്നാൻ മാത്രം എവിടെ നിന്നാണ് നിനക്കൊക്കെ ധൈര്യം കിട്ടിയത്? ഞാൻ അങ്ങയെ തിന്നാൻ വേണ്ടി വന്നതല്ല. ഞാൻ നോക്കുകയായിരുന്നു. നിങ്ങളുടെ രൂപം എന്നെ പോലെ തന്നെ ഉണ്ട്. നിന്റെ രൂപം എന്നെ പോലെയാണ് ഉള്ളത്. അതെ, തീർച്ചയായും ഇത് ശരിയാണ്. എന്നാൽ സത്യത്തിൽ നീ എന്നെ പോലെ ഒരു വില്ലൻ തന്നെയാണോ? അതൊക്കെ പോട്ടെ, അങ്ങ് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ ഇവിടെ ഒരു കുട്ടി ദേവതയെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. എന്നാൽ അവൾ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവൾ തീർച്ചയായും ഇവിടെ എവിടെ തന്നെ കാണണം. തീർച്ചയായും അവളെ കിഡ്നാപ്പ് ചെയ്യുവാനായി നിങ്ങളെ സഹായിക്കാം. എങ്കിൽ വരൂ. അയ്യോ, കൂമിന് കിട്ടിയ ഇടി കാരണം എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. എന്നെ ഒന്ന് പൊക്കിനടേ.
അടിപൊളി. നിങ്ങൾ എഴുന്നേൽക്കുന്ന സ്റ്റൈൽ നന്നായിട്ടുണ്ട്. നീ ഇവിടെ എന്തെടുക്കാണ്? നിങ്ങളല്ലേ പറഞ്ഞത് വെളുപ്പിന് തന്നെ ഇവിടെ നിന്ന് പോകുമെന്ന്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്ത് റിക്വസ്റ്റാ? അത് പിന്നെ എനിക്കൊരു വലിയ ആഗ്രഹമാണ്. ഞാൻ നിങ്ങളുടെ ഈ മാന്ത്രിക വടി ഉപയോഗിച്ച് ഞാൻ ഗുരുവിനെ ഒന്ന് പൊക്കട്ടെ. എന്നാൽ ദാ പിടിച്ചോ മാന്ത്രിക വടി. ഇനി ഗുരുവിനെ പൊക്കിക്കോ. എടാ ചക്കുടു, ഈ കട്ടിലുമായി ഞാൻ എങ്ങനെ പുറത്ത് വന്നടാ? ഞാൻ കൊണ്ടുവന്നത് ഗുരു. ഈ മാന്ത്രിക വടി വെച്ച് ഞാൻ അങ്ങേ പൊക്കാൻ നോക്കി. അപ്പോൾ ബെഡും അങ്ങയോടൊപ്പം മുകളിലേക്ക് വന്നു. ഓ എന്റെ ആശാനെ, ദേ നോക്ക്, ഗുരുവും പോലെയും കട്ടിലിൽ പറന്ന് നടക്കുകയാണ്. ആഹാ, ഇത് തീർച്ചയായും അവളുടെ പണി തന്നെയായിരിക്കും. അവൾ അതാ പോകുന്നു. വരൂ, അവളെ കിഡ്നാപ്പ് ചെയ്യണം. വരൂ, വേഗം സൈക്കിളിൽ കയറിയിരുന്ന് അത് ഓടിക്കോ. അത് താനെ പറന്നുകൊള്ളും. ദാ നോക്ക്, ആ വടി എന്റെ കയ്യിലേക്ക് തന്നേക്ക്. അതാ നല്ലത്. എടാ, ഇതിനെ ഒന്ന് അണയ്ക്കടാ. നന്നായിട്ട് കുടുങ്ങി. അതാ കുട്ടി വില്ലനാണ്. നിന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് അവന്മാരെ തടയാൻ എന്തെങ്കിലും ഒന്ന് ചെയ്. വേഗം പോ. വിട്ടോ. പിറകെ തന്നെ വരുന്നുണ്ടല്ലോ. വേഗം. അല്ല, ഗുരു എന്താണ് ഇതൊക്കെ? കൂടാതെ ഈ ദേവത ആരാണ്? എന്റെ പൊന്നു മിത്രങ്ങളെ, അതൊരു വലിയ കഥയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറയാം. ആദ്യം ഇവിടെ നിന്ന് ഓടി സ്ഥലം വിട്ടോ. ഇത് കൊള്ളാലോ ഗുരു. നോക്കൂ, ഈ ചുമരുകൾ നമുക്ക് ഹൈഫൈ തരാൻ വരികയാണ്. എടാ പോലെ, ഹായ് ഫൈ തരാനല്ല, നമ്മളെ പിതിക്ക് കൊല്ലാനാണ് വരുന്നത്. ഓക്കെ, ബൈ ബൈ. ഈ ചുമരുകൾ 10 സെക്കൻഡിനുള്ളിൽ നമ്മളെ ഞെരുക്കി പിഴിഞ്ഞെടുക്കും. എന്തെങ്കിലും ചെയ്യൂ ഗുരു പോലെ. എടാ പോലെ ചക്രു, നമ്മൾ ആരാണെന്ന് ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കാം. തക് ദിൻ താളം കൊട്ടി പാടി ഗുരു പോലെ നാട്യമാടി.
കലക്കിയല്ല പോലെ മാന്ത്രികവടിയേക്കാൾ ശക്തിയുള്ളത് നിനക്കാണ്. നീ എത്ര അനായാസമായിട്ടാണ് കുട്ടിവില്ലനെ ബലിയാക്കിയത്. ഞങ്ങളെ എല്ലാവരും രക്ഷിക്കുകയും ചെയ്തു. ദുഷ്ടന്മാരുടെ കൈകൾ എത്ര വലുതായാലും ഞങ്ങൾ അവന്മാരെ പൊളിച്ചടുക്കും. മാന്ത്രിക വടിയേക്കാളും ശക്തി കൂടിയതാണ് ഞങ്ങളുടെ ജോഡി. സ്വാദുള്ള നാരങ്ങ വെള്ളം കുടിക്കൂ. എല്ലാ പ്രാവശ്യവും എനിക്ക് പണി തരുന്ന ഗുരുവിനും പോലേക്കും ഞാൻ ഒരു 8ന്റെ പണി കൊടുക്കാൻ പോവുകയാണ്. ഓ എന്റെ ആശാനെ, അങ്ങ് വിട്ടേക്ക് ആശാനെ. അങ്ങ് വെറും ചെണ്ട മാത്രമാണ്, പൊട്ടുന്നത് അവര് തന്നെ ആയിരിക്കും ആശാനെ. ഈ പ്രാവശ്യം ഞാൻ എല്ലാം സുരക്ഷിതമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഡിഷും ഡിഷും. ഇതാണ് ആൽബർട്ടയുടെ മാന്ത്രിക ഗുളിക. ഇത് കഴിച്ചാൽ കഴിക്കുന്നവർ ഉടൻ തന്നെ വൃദ്ധരാകും. അതുകൊണ്ട് ഞാൻ ഇവർ 2 പേരെയും വൃദ്ധന്മാരാക്കാൻ പോവുകയാണ്. ഗുരു, ഈ മേജർ സാർ എന്തിനാ ദിവസവും നമ്മളിങ്ങനെ പരേഡ് ചെയ്യിപ്പിക്കുന്നത്? അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഊർജം കേറും, അതിനു വേണ്ടിയാടാ. ഗുരു, അങ്ങനെ ആവാൻ നമുക്ക് നാരങ്ങ വെള്ളം കുടിച്ചാൽ മതിയല്ലോ. അങ്ങോട്ട് നോക്കൂ, ഇത് എംജെയുടെ കടയാണല്ലോ. ഗുരു, നിന്നെ എന്റെ കടയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വരൂ. എല്ലാവർക്കും ഞാൻ കുടിക്കാൻ കൊടുക്കുന്നു നാരങ്ങ വെള്ളം സൗജന്യമായി. നീയും കഴിക്കുക സൗജന്യമായി. കലക്കി എംജെ, കലക്കി. ഇതുപോലത്തെ നല്ല ജോലികൾ നീ ചെയ്തു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ നഗറിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെടും ഒരുപാട്. ഇനി ഞാൻ കാണട്ടെ നീ എങ്ങനെ പാട്ട് പാടുമെന്ന്. കാരണം ഇന്ന് മുതൽ നീ താഴേക്ക് പോകും, ഞാൻ മുകളിലേക്ക് പോകും. ഡിഷും ഡിഷും, ഇനിയാകും ബിഷും ബിഷും. എന്തായിരുന്നു നന്നായി. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. സത്യം പറഞ്ഞ എത്ര സമയം കഴിഞ്ഞിരിക്കുകയാണ്, നമ്മൾ ഒന്നും തന്നെ കഴിച്ചതേ ഇല്ല. അതെടാ എന്റെ പോലെ. എടാ എന്നാ ചക്കര, വിശന്നിട്ട് ഒരു അടി പോലെ എനിക്ക് വെക്കാൻ വയ്യടാ. എന്നാലും വയറ്റിനകത്തൊരു എന്തോ അസ്വസ്ഥത പോലെ. ഗുരു, എനിക്ക് തോന്നുന്നു അങ്ങക്ക് വയസ്സായെന്നാ. എടാ പോലെ, എന്റെ ചക്കര മോനെ, പ്രായമാകുന്നത് എനിക്കില്ലടാ, നിനക്കാടാ പോലെ. നോക്കടാ, എന്റെ മുടിയെല്ലാം ഇപ്പൊ വെളുത്തോണ്ടിരിക്കാണ്. എനിക്ക് കാണാൻ കഴിയുന്നില്ല ഗുരു. വരൂ, വീട്ടിൽ പോയി കണ്ണാടിയിൽ നോക്കാം. ഗുരു, അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. അങ്ങേക്ക് മുകളിലേക്ക് പോകാൻ കഴിയില്ല. ജവാന്മാരെ, എന്താണിത്? നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വൃദ്ധന്മാരായത്? അത് ശരിയാണല്ലോ ഗുരു, അങ്ങും വൃദ്ധനായി പോയിരിക്കുകയാണ്. എടാ എന്റെ ചക്കര പോലെ, ഇത്രയും ചെറിയ പ്രായത്തിൽ നീയും വൃദ്ധനായി. കൂടാതെ ഞാനും ഇങ്ങനെ വൃദ്ധനായത് എങ്ങനെയാടാ? ജവാന്മാരെ, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? രാവിലെ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ 2 പേരും ജവാന്മാരായിരുന്നു. ഗുരു, രാവിലെ 9 മണിക്ക് നമ്മൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും വൃദ്ധന്മാരായിരിക്കുന്നു. സോറി, ആ നാരങ്ങ വെള്ളം കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ മാറിയത്. ഇത് തീർച്ചയായും എംജെയുടെ പണി തന്നെ ആയിരിക്കണം. ജവാൻ പോലെ, വേഗം എന്റെ തോക്കെടുത്തുകൊണ്ട് വാ. തോക്ക് എടുക്ക. മേജർ സാർ, ഞാൻ തോക്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോഴേക്ക് എനിക്കൊരു 10 വയസ്സ് കൂടെ കൂടിയിരിക്കും. ഓക്കെ, ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കാം. മേജർ സഹായിക്കാം. വേഗം ഡോക്ടർ ഡോസിന്റെ അടുത്തേക്ക് പോകാം. നോക്കൂ, ഗുരു പോലെ വൃദ്ധന്മാരായി. വാ, പോയി ഒരു സെൽഫി എടുക്കാം.
ഗുരു നമ്മൾ യൗവനമായിരിക്കുമ്പോൾ പോലും ഇത്രയധികം ഫേമസ് ആയിട്ടില്ല. എന്നാൽ ഇപ്പോൾ എത്രമാത്രം ഫേമസ് ആയി. എടാ എന്റെ ചക്കര പോലെ എനിക്കിപ്പോൾ വല്ലാതെ പേടിയാവുന്നടാ. ജീവിതം ജീവിച്ചു തീരുന്നതിന് മുൻപേ തന്നെ പല്ലെല്ലാം പോയടാ. അതെ ഗുരു, ഇനി എത്രമാത്രം സമോസകളാണ് തിന്ന് തീർക്കാനുള്ളത്? അല്ല, എത്ര പരേണ ചെയ്ത് തീർക്കാൻ ബാക്കിയുള്ളത്? ഈ ബിൽഡിംഗിന്റെ 8ാമത്തെ നിലയിലാണ് ഡോക്ടർ ഡോസ് രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നിച്ചിപ്പോൾ മുകളിലേക്ക് പോകാം. എന്റെ ആശാനെ, എനിക്ക് തോന്നുന്നത് ഇവര് 8ാമത്തെ നിലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ്. ഞാൻ ഉടൻ തന്നെ ലിഫ്റ്റിനെ ഓഫ് ചെയ്യാൻ പോകുന്നു. എങ്കിലേ ആ 2 വൃദ്ധന്മാരും നടന്ന് എനിക്ക് 8ാമത്തെ നിലയിൽ എത്തിക്കാൻ കഴിയുകയുള്ളൂ. അല്ലല്ല, ഞാൻ എന്താ എത്തിക്കുന്നത്? അവർ തന്നെ നടന്നു പോകും. ഞാൻ പോയി ലിഫ്റ്റിനെ കേടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയാണ് തമാശ. ഓ എന്റെ ആശാനെ, അങ്ങോട്ടൊന്ന് നോക്കൂ. അവരിപ്പോൾ അടുത്ത ബിൽഡിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേജർ സാറേ, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ബിൽഡിംഗിന്റെ താഴേക്ക് വന്നത്? ഞങ്ങൾ തെറ്റായ ബിൽഡിംഗിലേക്കാണ് പോയതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഡോക്ടർ ഡോസ് ആ ബിൽഡിംഗിൽ ഇല്ല. അല്ല, എന്തിനാ ഈ കാര്യം നീ ചോദിച്ചത്? അവന് ശരീരത്തിന് അത്ര സുഖമില്ല, അതുകൊണ്ടാണ് അവൻ ചോദിച്ചത്. ജവാന്മാരെ, ഓടിക്കോ! മേജർ സാർ, എന്താണ് ഈ സംഭവിക്കുന്നത്? ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുകയാണ്. എന്റെ റോളി ഇപ്പോൾ വീട്ടിലാണുള്ളത്. അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? സമാധാനിക്കും ജവാൻ, ഞാൻ ഉടനെ എന്തെങ്കിലും ചെയ്യാം. എത്രയും പെട്ടെന്ന് ഗുരുവിനെ പോലെ വിളിക്ക്. ശരി ജവാൻ. ജവാൻ, എന്താണ് സംഭവിച്ചതെന്ന് നോക്ക്. കൊള്ളാമല്ലോ ഗുരു, നമ്മുടെ സുൽത്താൻ നഗറിൽ ആരാണ് ഈ ഇടിയുന്ന ബിൽഡിംഗ് ഒക്കെ നിർമ്മിച്ചത്? ഇടിയുന്ന ബിൽഡിംഗ് അല്ല, ബിൽഡിംഗ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അകത്ത് കുടുങ്ങിക്കിടക്കുന്നു. എന്റെ മേജർ സാറേ, എന്തിനാണ് ഈ സമയത്ത് വൃദ്ധന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വേഗം ചെന്ന ഗുരുവിനെ പോലെ വിളിച്ചോണ്ട് വരീ. കണ്ണു തോന്നുന്നു നോക്ക്, ഇതവർ തന്നെയാണ്. ഇവരെങ്ങനെയാണ് വൃദ്ധന്മാരായത്? അതൊക്കെ പിന്നെ പറയാം. ഗുരു പോലെ വേഗം എഴുന്നേൽക്ക്. കണ്ടില്ലേ, ബിൽഡിംഗ് മുഴുവനും തകർന്നു. ജനങ്ങൾ സഹായത്തിനായി നിലവിളിക്കുന്നു. മേജർ സാർ, ഇപ്പോൾ ഇവരെ സഹായിക്കാൻ തന്നെ 4 ആളുകളുടെ ആവശ്യമുണ്ട്. വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. അകത്തേക്ക് പോകേണ്ട വഴിയെല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഗുരു, നമ്മൾ എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിച്ചേ മതിയാവുകയുള്ളൂ. ശരിയാടാ, എന്നാൽ എങ്ങനെ? ഗുരു ജവാൻ, പാട്ടുപാട്. പതുക്കെ തകതിമി താളം കൊട്ടി ആടി ഗുരു പോലെ നാട്യമാടി. कमाल लोग फंसे हैं बड़ा बुरा हाल. सुनता क्यों नहीं थोड़ी बदल चाल. भोले ओ मेरे भोले. बिल्डिंग गिरने ना पाए. मेरी तुझको है राय. बिल्डिंग गिरने ना पाए. सब चिल्लाए हाय हाय. तू सबको ले बचाए. मुश्किल जितनी भी बड़ी
फोल्ड करके फोल्ड करके करके फोल्ड समझ ले भोले गोल्ड इज गोल्ड अरे गोल्ड इज गोल्ड अरे गोल्ड इज गोल्ड बी होल्ड कर सबको होल्ड कर सबको होल्ड कर सबको होल्ड ഗുരു താങ്ക് യു താൻ എന്തായാലും ഒരു കലക്ക് കലക്കി. തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട ബോളിയുമായിട്ട് ഒന്നിച്ചാണ്. എന്റെ പൊന്നു ഗുരു, ഇത് ടീം വർക്കാണ്. യുവാവായിരുന്നാലും വൃദ്ധനായിരുന്നാലും ഗുരുവും പോലെയും ഒന്നിച്ചാൽ അപ്പോഴും ഹീറോ തന്നെയായിരിക്കും.